ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ദഹിവട, തൈര് വടയാണ്. ഒരു പ്രത്യേക തരത്തിലുണ്ടാക്കുന്ന തൈര് വടയാണിത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന് ഞാൻ നന്നായിട്ട് കഴുകി 2-3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർത്തതാണിത്. നന്നായിട്ട് കുതിർന്ന് വീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൽ വെള്ളം പാടില്ല. ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ ഊറ്റി വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒക്കെ വേണമെങ്കിൽ നമുക്കിതിനകത്തിൽ വെള്ളമാവാം. പക്ഷെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വെള്ളം കൂടിയിട്ട് പിന്നെ അത് ശരിയാവത്തില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ ഊറ്റി എടുത്തിട്ട് അതിനകത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമില്ലാതെ അരയ്ക്കുന്നതുകൊണ്ട് നമ്മൾ നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഒരുവിധം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. രണ്ടാമത്തെ ട്രിപ്പും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പുറമൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇനിയും മിക്സ് ചെയ്യണം. ഇപ്പോഴിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1/2 മണിക്കൂർ ഇരിക്കണം. കൂടുതൽ സമയം ഇരിക്കേണ്ട, ഇരുന്ന് കഴിഞ്ഞാൽ പൊളിച്ചു പോകും. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് തൈരാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു 1/2 കപ്പ് ആയതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് എടുക്കണം. 2 കപ്പ് തൈര് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണ്ടത്: ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് വേണം. പിന്നെ പഞ്ചസാര, ഉപ്പ്, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. എടുത്തു വച്ചിരിക്കുന്ന തൈരിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്തു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തൈരൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. പിന്നെ വേറൊരു ബൗളിലേക്ക് 1 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ 3 ടീസ്പൂൺ ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം. പിന്നെ നമ്മുടെ ഉഴുന്ന് അരച്ചത് റെഡിയായിരിക്കുകയാണ്. നമുക്കിനി അതൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. നല്ലവണ്ണം ഒന്ന് പതഞ്ഞിതുപോലെ റെഡിയായി കിട്ടണം. ഇപ്പോഴിത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് എടുക്കാം. സാധാരണ വടയുടെ ഷേപ്പ് വേണ്ട. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തത്. ഒരു വശമൊന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴിത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു. നമുക്കിത് കോരിയെടുക്കാം. 2-3 ട്രിപ്പായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. രണ്ടാമത്തെ ട്രിപ്പും ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അതും ഞാൻ വറുത്ത് കോരി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, വറുത്ത് കോരി ടിഷ്യൂ പേപ്പറിൽ വെച്ച് അതിൻ്റെ എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ടിത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലിനകത്തിലേക്കാണ് ആദ്യം ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റി തൈരിനകത്തിലേക്ക് ചേർക്കാം. ഇപ്പോഴിത് കുതിർന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ട്, ഒരുപാട് അങ്ങ് അമക്കണ്ട, എന്നാലും ഒന്ന് പ്രസ്സാക്കിയിട്ടതിന് ശേഷം മാത്രം നമുക്കിത് എടുത്ത് തൈരിലേക്ക് ചേർക്കാം. പാലിൽ നിന്ന് ഞാൻ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തൈര് ചേർക്കാം. ഇതൊന്ന് ഒന്ന് തൈരിനകത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചു. അതിലൊരു
2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കടുകിട്ടു, വറ്റൽ മുളക് ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടു, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ടു, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ടു. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. ചിലർ ഇതിനകത്തിൽ കായപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്, ഞാനതിൽ ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് മൂത്തിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് തൈര് വടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.